പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇസ്ലാമിലെ നവീനവാദികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കാമോ? ഉത്തരം വളരെ വ്യക്തമാണ്, അതേ, ചോദിക്കാം. ഒരു സത്യവിശ്വാസി അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അത് ദുആ അഥവാ പ്രാർത്ഥനയാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുമ്പോൾ അത് ഇസ്തിഷ്ഫാ, അതായത് ശുപാർശ തേടൽ മാത്രമാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്ന കാര്യത്തിൽ അങ്ങ് എനിക്ക് ശുപാർശകനാകണമേ എന്നാണ് ആ ചോദ്യത്തിൻ്റെ ധ്വനി. അതിനാൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് പ്രാർത്ഥിച്ചു എന്ന വാദം തന്നെ ബാലിശമാണ്. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം: വഅൻ നബി ഫിറാസിൻ റബീഅത ബിൻ കഅബിൽ അസ്ലമി ഖാദിമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വമിൻ അഹ്ലി സുഫ ഖാല കുന്തു അബീതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫആതീഹി ബിവദൂഇഹി വഹാജതിഹി ഫഖാല സൽനി ഫഖുൽതു അസ്അലുക മുറാഫഖതക ഫിൽ ജന്നതി ഫഖാല അവ ഗൈറ ദാലിക ഖുൽതു ഹുവ ദാക ഖാല ഫഅഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്. മദീന പള്ളിയുടെ ചെരുവിൽ താമസിച്ചിരുന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സേവകനായ റബീഅ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനൊപ്പം രാപ്പാർത്തു. ഒരു ദിവസം അള്ളാഹുവിൻ്റെ റസൂലിന് വുളൂ ചെയ്യുവാനുള്ള വെള്ളവും മറ്റ് സാധനങ്ങളുമായി ഞാൻ എത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് പറഞ്ഞു, നീ എന്നോട് ചോദിക്കുക. ഞാൻ പറഞ്ഞു, സ്വർഗത്തിൽ അങ്ങയോടൊപ്പമുള്ള സഹവാസത്തെയാണ് ഞാൻ അങ്ങയോട് ചോദിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇതല്ലാതെ മറ്റൊന്നും നിനക്ക് ചോദിക്കാനില്ലേ? ഞാൻ പറഞ്ഞു, അത് തന്നെയാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ആകട്ടെ, നീ ധാരാളം സുജൂദുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കുകയും എന്നോട് സഹകരിക്കുകയും ചെയ്യുക. പ്രസിദ്ധമായ ഈ നബിവചനത്തിൽ നിന്നും നാം മുകളിൽ പറഞ്ഞ വസ്തുത ആർക്കും ബോധ്യപ്പെടുന്നതാണ്. മഹാനായ ഗൗസുൽ ആലം ഷെയ്ഖ് ജീലാനി തങ്ങൾ അടക്കമുള്ള മഹത്തുക്കളോട് സഹായം ചോദിക്കുന്നതും ഇതേ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്നതിന് അറബിയിൽ ഇസ്തിഗാസ എന്ന് പറയുമെങ്കിലും യഥാർത്ഥത്തിൽ അത് ഇസ്തിഷ്ഫാ അഥവാ ശുപാർശ തേടൽ മാത്രമാണ് എന്ന് നാം തിരിച്ചറിയുക.